ഇത് പടിഞ്ഞാറ് നടയാണ് കേട്ടോ. പടിഞ്ഞാറ് നടയിലുള്ള കടയാണ്, ഷോപ്പാണത്. ഷോപ്പിൽ നമുക്ക് അമ്പലത്തിലേക്ക് ആവശ്യമുള്ള, ഗുരുവായൂർ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വരും. മഞ്ചാടിക്കുരു, കൃഷ്ണൻ്റെ ഫോട്ടോകൾ, മയിൽപ്പീലി, ഓടക്കുഴൽ, നല്ല ഭംഗിയുള്ള ശിവനും പാർവതിയും ഫോട്ടോ, ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ. നല്ല കൃഷ്ണ ഫോട്ടോ. അങ്ങനെ ഉരുളിയിലെല്ലാവരും മഞ്ചാടിക്കുരു, ചെറിയ ഉരുളി മഞ്ചാടിക്കുരു. അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് നടയിൽ ഒരു ഷോപ്പാണ്. ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ പൂപ്പൊടി പോലും ഇവിടെ കിട്ടില്ല. പൂപ്പൊടി ഉള്ളത് ഇത് സ്വാമിക്ക് വേണ്ട നൂലുകൾ, അമ്പലങ്ങൾക്ക് കൊടുക്കാനും വീട്ടിൽ യൂസ് ചെയ്യാനുള്ള നൂലുകൾ. നല്ല നല്ല ഗണപതിയുടെ ഫോട്ടോ, ശിവനും പാർവതിയുടെ ഫോട്ടോ, കൃഷ്ണൻ്റെ ഭംഗിയുള്ള ഫോട്ടോ, ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ. നല്ല ഭംഗിയുള്ള ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ. അതുമാതിരി ആനയുടെ ഇതുണ്ടല്ലോ, എല്ലാവരും വീട്ടിൽ വെക്കില്ല. ഇത് ചില്ലിട്ട് വെച്ചതാണ്. ഹൗസുകൾ, നല്ല ഫോട്ടോ. നമുക്ക് വീട്ടിലേക്ക് രാശി കൃഷ്ണൻ്റെ ഫോട്ടോ. ഇതൊക്കെ ഷോപ്പിൽ കിട്ടുന്നതാണ്. ആനക്കൊമ്പുണ്ട്, പ്രത്യേകിച്ചുണ്ട്. അവർക്ക് എല്ലാ ആനക്കൊമ്പല്ല കേട്ടോ. എല്ലാ ആനക്കൊമ്പിന് ഒത്തിരി വില ഉണ്ടാവും. കടയുടെ പേരില്ല, SR സ്റ്റോർ. എല്ലാ പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. ഗുരുവായൂർ പടിഞ്ഞാറ് നടയിൽ വരുമ്പോൾ ഇവിടെ പടിഞ്ഞാറ് നട കാണും. പടിഞ്ഞാറ് നട ഇവിടെ ഗുരുവായൂർ അമ്പലമാണ് കാണും വെളുക്കുന്നത്. ഗുരുവായൂർ അമ്പലം പടിഞ്ഞാറ് നട വരുമ്പോൾ ഈ ഷോപ്പിൽ എല്ലാവരും വരാവുന്നതാണ്. നമുക്ക് പൂജയ്ക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ കടയിലുണ്ട്. എല്ലാ സാധനങ്ങളും അമ്പലത്തേക്ക് കൊടുക്കാനും കൃഷ്ണനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ വിളക്കുകൾ, ഏത് സൈസിൽ വിളക്കുകളുണ്ട്. ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെയുള്ള വിളക്കുകളുണ്ട്. അതുപോലെ മയിൽപ്പീലി ഗുരുവായൂർ എത്ര പ്രധാനമാണ്. കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് മയിൽപ്പീലി. ചെറിയ ഉരുളികൾ, കളർ മഞ്ചാടിക്കുരി കൊടുക്കണമെങ്കിൽ വീട്ടിൽ മഞ്ചാടിക്കുരി വെക്കുന്നത് നല്ലതല്ല. നമ്മൾ കൃഷ്ണൻ്റെ അടുത്ത് വെക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ഒരു ഉരുളി, ചെറിയ ഉരുളി എടുത്തിട്ട് ഇതേമാതിരി ചെറിയ ഉരുളി മേടിക്കാൻ കിട്ടും. ഇതേമാതിരി ചെറിയ ഉരുളി മേടിക്കാൻ കിട്ടും. ഈ ചെറിയ ഉരുളി മതി. ഈ ഉരുളി നിറയെ മഞ്ചാടിക്കുരു ഇടുക. ആ മഞ്ചാടിക്കുരുവിൻ്റെ നടുക്കിൽ വേണമെങ്കിൽ കൃഷ്ണനെ വെക്കണമെങ്കിൽ വെക്കാം. ഇല്ലാച്ചെങ്കിൽ നമുക്കൊരു മയിൽപ്പീലി വെക്കാം.
മയിൽപ്പീലി വെച്ചിട്ട് മഞ്ചാടിക്കുരു ഇട്ടിട്ട് നന്നായിട്ടുണ്ടാവും. കാണാനും ഭംഗിയാണ്. കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. കണ്ടില്ലേ ഈ ഉരുളി കണ്ടില്ലേ? ഈ ഉരുളിയിൽ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം വെക്കും. കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ച് മഞ്ചാടിക്കുരു ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിനും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ഉണ്ടാവും. വളരെ നല്ലതാണ്. എല്ലാവരും വീട്ടിൽ വരും. നല്ല ഭംഗിയുള്ള ഉരുളിയിട്ടാണ്. ഈ ഉരുളിയുടെ വില എന്താണെന്ന് നോക്കട്ടെ. 340 ആണ് ഈ ഉരുളിയുടെ വില. 300 റുപ്പീസ് തരും അവർ. നല്ല ഗോൾഡ് മാതിരി ഇരിക്കുന്നുണ്ട് ഈ ഉരുളി കാണാൻ. നല്ല ഭംഗിയുള്ള ഉരുളിയാണ്. കൃഷ്ണന് അതിൽ വെച്ചിട്ട് കുറച്ച് മഞ്ചാടിക്കുരു ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല ഐശ്വര്യം ഉണ്ടാവും. പിന്നെ മയിൽപ്പീലിയും അതിൻ്റെ ഒപ്പം വയ്ക്കാവുന്നതാണ്. ഗുരുവായൂരപ്പന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതെല്ലാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അമ്പലത്തിൻ്റെ പടിഞ്ഞാറൻ നടയാണിത്.